എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണമെന്നത്. ഒരു ട്രൈബൽ മന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിന് വേണ്ടി മന്ത്രിയാക്കണം. സുരേഷ് ഗോപി പറഞ്ഞതാണ്, ക്ഷമിക്കണം, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞതാണ്. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. കേന്ദ്രമന്ത്രിയാണെന്ന് അദ്ദേഹം പോലും ഇടയ്ക്കൊക്കെ മറന്നു പോവാറുണ്ടല്ലോ. ആരാണാവോ സുരേഷ് ഗോപിയുടെ ഈ ഉന്നത കുലജാതർ? 21-ാം നൂറ്റാണ്ടിലെത്തി നിൽക്കെ പ്രഥമ പൗരയായി ഒരു ആദിവാസി വനിതയുള്ള ഒരു പരമാധികാര ജനാധിപത്യ രാജ്യത്തിലെ ഒരു കേന്ദ്രമന്ത്രിയാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. അല്ല, അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം ഇതൊക്കെ മറക്കുമെന്നേ. ഏതെന്നോ 21-ാം നൂറ്റാണ്ട് പരമാധികാര ജനാധിപത്യ രാജ്യം, കേന്ദ്രമന്ത്രി, അങ്ങനെ ഓർത്തു വെക്കേണ്ടത് പലതും അദ്ദേഹം മറക്കും. ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർ ഭരിക്കട്ടെ എന്ന് ഞാൻ പലവട്ടം പ്രധാനമന്ത്രിയോട് അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതാദ്യമായാണോ സുരേഷ് ജിയുടെ ഈ സവർണ ബോധം ഉണരുന്നത്, അഥവാ ഈ സവർണ ഒബ്സഷൻ ഉണ്ടാകുന്നത്? ഒരിക്കലുമല്ല. മറ്റുള്ളവരൊക്കെ ഡോക്ടർ ആവണം, ടീച്ചർ ആവണം, പണക്കാരനാവണം എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സുരേഷ് ജിയുടെ ആഗ്രഹം അടുത്ത ജന്മമെങ്കിലും ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്നായിരുന്നു. അതിനായി എന്തും ചെയ്യാൻ സുരേഷ് ജി റെഡിയാണ്. അതിന്റെയൊക്കെ റിഹേഴ്സൽ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ. ബ്രാഹ്മണരോട് അസൂയയാണെന്നും അത്തരത്തിൽ അഭിജാത്യമുള്ളവരിൽ വിശേഷാധികാരമുള്ള താഴ്മൺ പുരോഹിത കുടുംബത്തിൽ ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് അതേ സുരേഷ് ഗോപി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവനയും നടത്തിയിരിക്കുന്നത്. എന്താല്ലേ, അന്ന് അത്രയേറെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഒരു തവണ പോലും എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് പുള്ളി ചിന്തിച്ചിട്ടേ ഇല്ല എന്നതാണ്. ഒരുപക്ഷെ ചിന്തിച്ചാലും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം താൻ ജനിച്ചു വളർന്ന ജാതി പ്രിവിലേജുകളെ കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും അവബോധം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ജാതി വ്യവസ്ഥ എന്നത് മനുഷ്യരെ അടിമകളാക്കി വെച്ച് ചൂഷണം ചെയ്യാനായി അധികാരം കയ്യിലുണ്ടായിരുന്നവർ തയ്യാറാക്കിയെടുത്ത ഒരു സംവിധാനമാണെന്ന് അടിസ്ഥാന വസ്തുത പോലും സുരേഷ് ഗോപിക്ക് മനസ്സിലാവുന്നില്ല. ജാതി വ്യവസ്ഥ എന്നത് മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ നിലനിന്നു പോരുന്ന ഏതോ ഒരു പ്രകൃതി നിയമമാണ് എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ധാരണ. ജാതി വ്യവസ്ഥയെയും അതിന്റെ ഉച്ചനീചത്വങ്ങളെയും ഇല്ലാതാക്കാനായി ഇന്ത്യയിൽ നടന്നു വന്നിട്ടുള്ള ഇന്നും തുടരുന്ന പോരാട്ടങ്ങളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ടോ എന്തോ. ട്രൈബൽ വകുപ്പുകൾ ഉന്നത കുലജാതർ നോക്കട്ടെ, മുന്നാക്ക വകുപ്പുകൾ ട്രൈബൽ വിഭാഗക്കാർ നോക്കട്ടെ എന്ന് ഒരു സിമ്പിൾ ആശയമല്ലേ സുരേഷ് ഗോപി പറഞ്ഞത് എന്ന് പലരും ചോദിച്ചേക്കാം. പക്ഷെ ഉന്നത കുലവും ഉന്നതരല്ലാത്ത കുലവും ഒന്നും ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല എന്ന കാര്യമാണ് സുരേഷ് ഗോപി സാറെ അങ്ങ് സിമ്പിളായി മറന്നു കളഞ്ഞത്. മനുഷ്യരെ തുല്യ പൗരന്മാരായി കണക്കാക്കിക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടന അവകാശങ്ങളും കടമകളും എല്ലാം നിർവചിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു തുല്യത കൊണ്ടുവരാൻ കുറെ പേർ കുറെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഏജൻസി എന്നൊരു വാക്ക് നമ്മുടെ കേന്ദ്രമന്ത്രി കേട്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഞങ്ങൾ നിങ്ങളെ ഉന്നമനത്തിലേക്ക് എത്തിച്ചു കൊള്ളാം എന്നൊരു പറച്ചിലുണ്ടല്ലോ, സവർണ മനോഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒന്ന്. അതിന്റെ ഭാഗം തന്നെയാണ് സുരേഷ് ഗോപിയുടെ പരാമർശം. ജാതി എന്നത് വളരെ നോർമലായ ഒന്നാണെന്നാണ് സുരേഷ് ഗോപിയുടെ മനസ്സിലാക്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ സവർണ ഒബ്സഷൻ വാക്കുകളും ഇടയ്ക്കിടെ നമ്മളോട് പറയുന്നത്. അദ്ദേഹത്തിന് അത് പിടികിട്ടുന്നില്ലെങ്കിലും കേട്ടിരിക്കുന്ന നാട്ടുകാർക്ക് അത് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴും എന്തിനാണ് റിസർവേഷൻ എന്ന് ചോദിക്കുന്ന തലമുറയുള്ള ജാതി കൊലകൾ ഇന്നും തുടരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇപ്പോഴും കഴിയുന്നത്. ആ ജാതീയ അടിച്ചമർത്തലുകൾ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുന്ന ഘട്ടത്തിലാണ് അത്തരം പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട ഉത്തരവാദിത്തമുള്ള സർക്കാരിന്റെ പ്രതിനിധി തന്നെ ഉന്നത കുലജാതരെ പാടിപ്പുകഴ്ത്തുന്ന പ്രസ്താവനകളുമായി വീണ്ടും വീണ്ടും വരുന്നത്.